നമസ്കാരം. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നമ്മൾ എയ്ഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരാളുടെ ശരീരത്തിൽ HIV അണുബാധ പ്രവേശിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു എയ്ഡ്സ് രോഗിയാവണം എന്നില്ല. HIV അണുബാധ മൂലം നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കോശങ്ങളായ CD4 സെൽസിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് നമ്മൾ എയ്ഡ്സ് അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. ഈ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത സാധാരണയേക്കാൾ അധികമായിട്ട് കാണുന്നുണ്ട്. ചികിത്സയില്ലാതെ ഒത്തിരി വർഷം എടുത്ത ശേഷം മാത്രമാണ് HIV ബാധിച്ച ഒരാൾ എയ്ഡ്സ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് നേരത്തെയുള്ള പരിശോധന, അതുപോലെ മുടങ്ങാതെയുള്ള ART ചികിത്സാ രീതി, ഇതെല്ലാം ഉള്ളത് കൊണ്ട് HIV നല്ല രീതിയിൽ നിയന്ത്രിക്കാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും സാധാരണ പോലെ ജീവിതം നയിക്കുവാനും HIV ബാധിച്ച ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട്. HIV ബാധിച്ച ഒരാളുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ HIV ബാധിച്ച അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ HIV ബാധിതർ ഉപയോഗിച്ചിട്ടുള്ള നീഡിൽസ് നമ്മൾ പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ ആ നീഡിൽസ് കൊണ്ട് മുറിവുണ്ടാകുമ്പോൾ, പിന്നെ HIV ബാധിച്ച രക്തം ഒരാൾ സ്വീകരിക്കുമ്പോൾ, ഇതൊക്കെയാണ് HIV പകരുന്ന രീതികൾ. അതല്ലാതെ നമ്മൾ HIV ബാധിച്ച ഒരാളുടെ ഒപ്പം ഇരുന്നത് കൊണ്ടോ, ഷേക്ക് ഹാൻഡ് കൊടുത്തത് കൊണ്ടോ, ഫുഡ് ഷെയർ ചെയ്തത് കൊണ്ടോ, അതുപോലെ കൊതുകടിയിലൂടെ, ചുമത്തുമ്മൽ, അതിലൂടെ ഒന്നും HIV പകരുന്നില്ല. അതുകൊണ്ട് ഈ വേൾഡ് എയ്ഡ്സിൽ നമുക്ക് തെറ്റിദ്ധാരണ എല്ലാം മാറ്റിവെക്കാം. അവരെയും നമുക്ക് സമൂഹത്തിന്റെ ഭാഗമായി കണ്ട് നമ്മളോടൊപ്പം ചേർക്കാം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. താങ്ക് യു.